നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു സാൻഡ്വിച്ച് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം മയോണൈസ് തയ്യാറാക്കണം. ഇപ്പോൾ ഞാനിത് ഒരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 ചെറിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്ലി മതിയാവും. ഇപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ എണ്ണ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തിക്കായിട്ട് എടുക്കണം. ഇപ്പോൾ ഞാനിത് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിക്കുക. അപ്പോൾ നന്നായിട്ട് ഒരു മിനിറ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മയോണൈസ് നമുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നോർമൽ ബ്രെഡാണ്, സാൻഡ്വിച്ച് ബ്രെഡ് അല്ല. സാധാരണ നമുക്ക് കടയിൽ കിട്ടുന്ന ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ടുള്ള ടൊമാറ്റോ സോസ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ പച്ചക്കറിയായിട്ട് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്, കട്ടി കുറച്ച്. അതുപോലെ തന്നെ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു പച്ചക്കറികൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ 2 പച്ചക്കറി മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എടുത്തു വെച്ചിരിക്കുന്ന മയോണൈസ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ സോസ് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു 1/4 സ്പൂൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ക്യാബേജും ക്യാരറ്റും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുക്കുംബറൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബീൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ക്യാബേജും ക്യാരറ്റും മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മയോണൈസൊക്കെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ പാനിലേക്ക് ബട്ടർ 2-3 തുള്ളി ഒഴിച്ച് അതിലാണ് ഞാൻ ഈ ബ്രെഡ് മുറിച്ചെടുത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ 2 സൈഡ് മുറിച്ചെടുക്കുക. ഇപ്പോൾ ബ്രെഡെല്ലാം നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓരോ ബ്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഒരു 4 ബ്രെഡ് വെച്ച് 4 ലെയറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രെഡിൽ നമുക്ക് മയോണൈസ് വേണമെങ്കിൽ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെജിറ്റബിളിൻ്റെ മിക്സ് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ആ മിക്സ് മാത്രമേ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് 4 ബ്രെഡ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക്